പുൽവാമ ഭീകരാക്രമണത്തിന്റെ കറുത്ത ഓർമ്മകൾക്ക് ഫെബ്രുവരി 14-ന് 7 വർഷം തികഞ്ഞു. ഓർമ്മ ദിനത്തിൽ കാസർഗോഡ് ജില്ലയിലെ സൈനിക അർദ്ധസൈനിക കൂട്ടായ്മയായ സോൾജിയേഴ്സ് ഓഫ് KL-14 വെൽഫെയർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ബൈക്ക് റാലി സംഘടിപ്പിച്ചു. ജവാന്മാരെ ആദരിച്ച് അവരുടെ അമൂല്യമായ ത്യാഗം ഒരിക്കലും മറക്കില്ലെന്ന് ഞാൻ ഹൃദയപൂർവ്വം പ്രതിജ്ഞ ചെയ്യുന്നു. ഭീകരവാദവും മയക്കുമരുന്ന് ഉപയോഗവും സമൂഹം നേരിടുന്ന ഗുരുതര വെല്ലുവിളികളാണെന്നും മാനവരാശിയെ തന്നെ തകർക്കുന്ന ഈ ദുഷ്പ്രവണതകൾ സമൂഹത്തിൽ നിന്ന് പൂർണ്ണമായി തുടച്ചു മാറ്റുന്നതാണെന്നും ഞാൻ വിശ്വസിക്കുന്നു. അതിനാൽ രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും സമാധാനവും സൗഹൃദവും സഹോദര്യവും എന്റെ ജീവിത മൂല്യങ്ങളാക്കി മാറ്റുമെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. 2019 ഫെബ്രുവരി 14-ന് ജമ്മു കാശ്മീരിലെ പുൽവാമയിൽ വെച്ചുണ്ടായ ഭീകരാക്രമണത്തിന്റെ മായാത്ത കറുത്ത ഓർമ്മകൾ ബാക്കിയാക്കിയ സംഭവം നടന്ന് 2026 ഫെബ്രുവരി 14-ന് 7 വർഷം തികഞ്ഞു. രാജ്യത്തെ തന്നെ നടുക്കിയ പുൽവാമ ഭീകരാക്രമണത്തിന്റെ ഓർമ്മ ദിവസത്തിൽ കാസർഗോഡ് ജില്ലയിലെ സൈനിക അർദ്ധസൈനിക കൂട്ടായ്മയായ സോൾജിയേഴ്സ് ഓഫ് KL-14 വെൽഫെയർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ബൈക്ക് റാലി സംഘടിപ്പിച്ചു. ഭീകരാക്രമണ വിരുദ്ധ ലഹരി വിരുദ്ധ സന്ദേശ പ്രചരണാർത്ഥം മാവുങ്കാലിൽ നിന്നും ആരംഭിച്ച് ഒടയഞ്ചാൽ, പരപ്പ, വെള്ളരിക്കുണ്ട്, എളേരിത്തട്ട് വഴി കുന്നുങ്കയിൽ ബൈക്ക് റാലി സമാപിച്ചു. ബൈക്ക് റാലി രാവിലെ 9:30-ന് മാവുങ്കാലിലുള്ള സൊസൈറ്റിയുടെ ഓഫീസിൽ വെച്ച് കാഞ്ഞങ്ങാട് DYSP സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പ്രണയം നമ്മൾ വിട്ടുകൊടുക്കണ്ട, കാരണം നമ്മൾ സന്ദേശത്തിൽ അതുണ്ട്. നമ്മൾ ലഹരിയെ വെറുക്കുക, ജീവിതത്തെ പ്രണയിക്കുക എന്നുള്ള ഒരു സന്ദേശം, അല്ലെങ്കിൽ നമ്മുടെ ഈ വിമുക്തി മിഷന്റെ രഘുക്ക് പറയുന്ന പോലെ ജീവിതമാണ് ലഹരി എന്നൊരു സന്ദേശത്തോടു കൂടിയാണ് നിങ്ങൾ ഈ യാത്ര നടത്തുന്നത്. നമ്മുടെ രാഷ്ട്രം ഒരുപാട് ശത്രുക്കളുടെ പിടിയിൽ അമർന്നുകൊണ്ടിരിക്കുന്ന ഒരു വേളയാണിത്. അത് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ അകത്തും പുറത്തും ഒരുപാട് ശത്രുക്കൾ നമുക്കുണ്ട്. പുറത്തുള്ള ശത്രുക്കൾ നമ്മൾ നോൺ എനിമി എന്നാണ് പറയുക, അവരെ നമുക്ക് ഫൈറ്റ് ചെയ്യാൻ എളുപ്പമാണ്. പക്ഷേ അൺനോൺ ആയിട്ടുള്ള ശത്രുക്കളാണ്, നമുക്കറിയാത്ത ശത്രുക്കളാണ് നമ്മുടെ ഭാരതത്തിനകത്ത് നിന്നുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നത്. അതിൻ്റെ ഒരു പരിണത ഫലമാണ് 7 വർഷം മുമ്പ് ഇന്നേ ദിവസം നമുക്ക് 40 വീര സൈനികരെ നഷ്ടപ്പെടാൻ ഇടവരുത്തിയത്. അപ്പോൾ 2.5 ഫ്രണ്ട് ആയിട്ടുള്ള എനിമീസാണ് നമുക്കിപ്പോൾ. 2R എല്ലാവർക്കും അറിയാം, 0.5 എന്താണെന്ന് നിൽക്കും ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു ദിവസത്തിൽ ഇങ്ങനെ ഒരു സന്ദേശയാത്ര നടത്താൻ മുൻകൈയെടുത്ത KL-14 ഭാരവാഹികളെയും അതുപോലെ പ്രവർത്തകരെയും ഒരുപോലെ ആശംസിക്കുന്നു. സൊസൈറ്റിയുടെ പ്രസിഡന്റ് ശശിധരൻ അധ്യക്ഷത വഹിച്ചു. റിട്ടയേർഡ് കേണൽ ദാമോദരൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ജോയിന്റ് സെക്രട്ടറി സജേഷ് K അനുസ്മരണ പ്രഭാഷണം നടത്തി. ബിജു P നായർ ഭീകര ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. സെക്രട്ടറി ജയൻ പൊന്നൻ സ്വാഗതവും ട്രഷറർ വത്സരാജ് TV നന്ദിയും പറഞ്ഞു. ബൈക്ക് റാലിക്ക് ഡോക്ടർ അംബേദ്കർ ഗവൺമെന്റ് HSS കോടോത്ത്, ഗവൺമെന്റ് HSS പരപ്പ, സെന്റ് ജൂഡ് HSS വെള്ളരിക്കുണ്ട്, EK നായനാർ മെമ്മോറിയൽ ഗ്രന്ഥാലയം എളേരിത്തട്ട് എന്നിവിടങ്ങളിൽ NCC, SPC, NSS കുട്ടികളും നാട്ടുകാരും ചേർന്ന് ഉജ്ജ്വല സ്വീകരണം നൽകി. തുടർന്ന് വൈകുന്നേരം 5 മണിക്ക് കുന്നുങ്കയിൽ അവസാനിച്ച ബൈക്ക് റാലിക്ക് ലക്കി സ്റ്റാർ കുന്നുങ്കയുടെ നേതൃത്വത്തിൽ വൻ സ്വീകരണം നൽകി. സമാപന സമ്മേളനം കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. ഉറങ്ങാതെ ഈ രാജ്യത്തെ കാത്തു നിൽക്കുന്ന 10,000-കണക്കിന് വരുന്ന സൈനിക വ്യൂഹത്തിന്റെ സംരക്ഷണയിലാണ് നമ്മൾ ശരിയായ നിലയിൽ ഉറങ്ങുന്നത്. നമ്മൾ കിടന്ന് നന്നായി ഉറങ്ങുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തിയിൽ നമുക്ക് വേണ്ടി ഈ നാടിനെ കാവൽ നിൽക്കുന്ന സൈനികർ എത്രമാത്രം ത്യാഗനിർഭരമായ പ്രവർത്തനമാണ് നിർവഹിക്കുന്നത് എന്ന് പലപ്പോഴും നമുക്ക് അതിൻ്റെ യഥാർത്ഥ വസ്തുതകളെ സംബന്ധിച്ച് ബോധ്യപ്പെടാറില്ല. നമ്മൾ യഥാർത്ഥത്തിലൊരു
സൈന്യത്തിൽ നിന്ന് ജോലിക്ക് ലീവ് അവധിയിൽ വരുന്ന ആളുകളുണ്ടാവാം, സൈന്യത്തിൽ നിന്ന് വിരമിച്ചു വരുന്ന ആളുകളുണ്ടാവാം. അവരെയൊക്കെ നമുക്ക് ഇവിടെ കണ്ട് ഉള്ള ഒരു അനുഭവവും അവരുടെ ഇതിൽ നിന്നുമൊക്കെ തന്നെ നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുന്നത് എന്നുള്ളതാണ്. എന്നാൽ എത്രമാത്രം ത്യാഗത്തോടു കൂടി മരം കോച്ചുന്ന തണുപ്പ്, അതുപോലെയുള്ള കാലാവസ്ഥയുടെ ഒരുപാട് പ്രയാസങ്ങൾ, ജീവൻ തന്നെ ഏത് സമയത്തും അപകടപ്പെട്ടു പോകാമെന്ന വളരെ ഏറ്റവും ക്രൈസിസ് നിറഞ്ഞ വിഷയങ്ങൾ, സംഭവങ്ങളെല്ലാം അഭിമുഖീകരിച്ചുകൊണ്ടാണ് തീർച്ചയായും രാജ്യത്തിന്റെ അതിർത്തിയെ അവർ സംരക്ഷിച്ചു നിർത്തുന്നത്. സൊസൈറ്റി പ്രസിഡന്റ് ശശിധരൻ ഇ അധ്യക്ഷത വഹിച്ചു. വെസ്റ്റ് എളേരി പഞ്ചായത്ത് പ്രസിഡന്റ് അനു PV, എളേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രസീത രാജൻ, പരപ്പ ബ്ലോക്ക് മെമ്പർ ജോസ് ET, വെസ്റ്റ് എളേരി പഞ്ചായത്ത് വാർഡ് മെമ്പർ ഗീത K, ലക്കി സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ജോയിന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് സൗഭാഗ്യ KV എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ബിജു P നായർ ഭീകര ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ലക്കി സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സെക്രട്ടറി ജിനീഷ് KV സ്വാഗതവും ജോമോൻ ജോർജ് നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ വെസ്റ്റ് എളേരി പഞ്ചായത്ത് വാർഡ് മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ട സോൾജിയേഴ്സ് ഓഫ് KL14 മെമ്പർ സുജിത് കൃഷ്ണനെ ആദരിച്ചു. ലക്കി സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് കുട്ടികളുടെ ലഹരി വിരുദ്ധ ഫ്ലാഷ് മോബ് അവതരണവും നടന്നു. തുടർന്ന് പുൽവാമ ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച ജവാന്മാരെ പുഷ്പാർച്ചന നടത്തിയും മെഴുകുതിരി കത്തിച്ചും അനുസ്മരിച്ചു. ന്യൂസ് ബ്യൂറോ, കുന്നുങ്കൈ.